അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സംസം കിണറിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നാബിത്ത് എന്ന മഹാനവറുകളുടെ മകനാണ്. പിന്നീട് ജുർഹും ഗോത്രക്കാരാണ് സംസം കിണറിന്റെ പരിപാലനം ഏറ്റെടുത്തത്. ജുർഹും ഗോത്രക്കാർ നാബിത്ത് എന്നവരുടെ അമ്മാവന്മാരുമാണല്ലോ. അതിനാൽ ജുർഹും ഗോത്രക്കാർ സംസം കിണറിന്റെ കാര്യങ്ങളൊക്കെയും നോക്കി നടത്തിപ്പോന്നു. എന്നാൽ ഇടക്കാലത്ത് വെച്ച് അവർ അക്രമങ്ങൾ അഴിച്ചുവിടുകയും കഅബയിൽ ലഭിക്കുന്ന നേർച്ചകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പലരും ജുർഹും ഗോത്രക്കാരെ ഉപദേശിച്ചെങ്കിലും അവർ അത് ചെവിക്കൊണ്ടില്ല. അവസാനം യമനിൽ നിന്നും ഖുസാഅ ഗോത്രക്കാര് വന്നു ജുർഹുംകാരോടൊന്നിച്ച് അല്പകാലം ജീവിച്ചു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഖുസാഅ ഗോത്രക്കാരും ജുർഹും ഗോത്രക്കാരും തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടായി. അങ്ങനെ പരാജയമേറ്റുവാങ്ങിയ ജുർഹും ഗോത്രക്കാർ നാടുവിട്ടു ഓടുകയുണ്ടായി. അങ്ങനെ കഅബയിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം സംസം കിണറിലിട്ട് മൂടിയിട്ടാണ് ജുർഹും ഗോത്രക്കാർ അവിടെ നിന്ന് പോയത്. സംസം കിണറിന്റെ അടയാളം പോലും ശേഷിക്കാത്ത വിധം എല്ലാം മണ്ണിട്ട് മൂടിക്കളഞ്ഞു ജുർഹും ഗോത്രക്കാർ. അങ്ങനെ ഖുസാഅക്കാരനായ അംർ ബിനുൽ ഹയ്യ് എന്ന രാജാവ് അത്രയും കാലം മക്കത്ത് ബിംബാരാധനയില്ലായിരുന്നു. എന്നാൽ ഈ ഖുസാഅ ഗോത്രക്കാരനായ രാജാവ് വിദേശത്ത് പോയപ്പോൾ പരിചയപ്പെട്ട പ്രവൃത്തിയാണ് വിഗ്രഹാരാധന. അങ്ങനെ അദ്ദേഹമാണ് മക്കയിലേക്ക് അത് കൊണ്ടുവന്നത്. നൂറ്റാണ്ടുകൾ സംസം കിണർ അങ്ങനെ തന്നെ കിടന്നു, മൂടപ്പെട്ട് കിടന്നു. കുടിക്കാൻ വെള്ളമില്ലാതെയായി. കുടിവെള്ളം വേണമെങ്കിൽ മക്കായുടെ ദൂരദിക്കുകളിൽ പോയി എടുത്തുകൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറിയപ്പോൾ ഖുസയ്യ് എന്ന മഹാൻ അവിടെ ഒരു കിണർ കുഴിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യത്തിനുള്ള വെള്ളം ആ കിണറിൽ നിന്നും ലഭിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഏതായാലും ഏറെക്കാലം സംസം കിണർ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിന്റെ സ്ഥാനം പോലും നിർണയമില്ലാതെ ആർക്കും അറിയാതെ ഒരുപാട് കാലം മൂടപ്പെട്ട് കിടന്നു.